എറണാകുളം പാരിയത്തുകാവിലെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കലിന് എത്തിയ അഡ്വക്കേറ്റ് കമ്മീഷനെതിരെ പ്രതിഷേധം. പി വി ശ്രീനിജന്റെ നേതൃത്വത്തിലുള്ളവരുടെ പ്രതിഷേധത്തെ തുടർന്ന് അഡ്വക്കേറ്റ് കമ്മീഷൻ മടങ്ങി. RDOയ്ക്കെതിരെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് കമ്മീഷൻ വ്യക്തമാക്കി. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു അഡ്വക്കേറ്റ് കമ്മീഷൻ സർവേ നടപടികൾക്കും കുടിയൊഴിപ്പിക്കലിനുമായി എത്തിയത്. പി വി ശ്രീനിജൻ MLA-യുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ അഡ്വക്കേറ്റ് കമ്മീഷനെ തടഞ്ഞു. നിങ്ങൾ സംസാരിക്കേണ്ട, നിങ്ങൾ കോടതിയുടെ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു മിനിറ്റ്, നിങ്ങൾ കോടതിയിൽ നിന്ന് ഉദ്യോഗസ്ഥനാണോ? ജുഡീഷ്യൽസിൽ സംസാരിക്കണം. കോടതി ആദ്യ ഭാഗത്തിന്റെ വക്കീലിനെ പോലെ ജുഡീഷ്യൽ കമ്മീഷൻ അഡ്വക്കേറ്റ് കമ്മീഷനെ പെരുമാറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിയമാനുസൃതം തടയേണ്ടതായിട്ട് വരും. നിയമാനുസൃത നടപടിക്ക് എതിരല്ലെന്നും നോട്ടീസ് നൽകാതെയുള്ള ഒഴിപ്പിക്കൽ അംഗീകരിക്കില്ലെന്നും പി വി ശ്രീനിജൻ. 16/1/2025 കോടതി, മുനിസിപ്പൽ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, നെയ്ബേഴ്സിന് നോട്ടീസ് കൊടുക്കണം ബൗണ്ടറീസ് ആക്ട് പ്രകാരം. ആ ഒരു നടപടികളും എടുക്കാതെയാണ് ഇന്ന് സർവേ നടപടികൾ ഇവർ പൂർത്തീകരിച്ചെന്ന് പറയുന്നത്. ഇത് നിയമവിരുദ്ധമാണ്. താമസക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ RDO സ്വീകരിച്ചില്ലെന്ന് വ്യക്തമാക്കിയ അഡ്വക്കേറ്റ് കമ്മീഷൻ RDOയ്ക്കെതിരെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. പോലീസിന് ആക്ഷന് വേണ്ടി RDO ഉത്തരവ് കൊടുത്തിട്ടില്ല, ഒബ്സ്ട്രക്ഷൻ മാറ്റിയിട്ടില്ല. കമ്മീഷണർക്കും ആമീനും പട്ടിക വസ്തുവിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആമീന്റെ ഉത്തരവ് കൊടുക്കേണ്ടത് RDO ആണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്തിട്ടില്ല. ഒഴിപ്പിക്കലിനെതിരെ പ്രദേശത്ത് അനിശ്ചിതകാല സമരം തുടരുകയാണ്. 19 ഏക്കറോളം വരുന്ന സർക്കാർ പുറംപോക്ക് ഭൂമിയിലെ 2 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് തർക്കം. 2 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥത അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായാണ് സുപ്രീം കോടതിയുടെ വിധി. കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശവും നൽകി. 6ാം തവണയാണ് കുടിയൊഴിപ്പിക്കലിനായി പ്രദേശത്ത് അഡ്വക്കേറ്റ് കമ്മീഷൻ എത്തുന്നത്. 24 കൊച്ചി.